കണ്ടിന്യൂസ് ആയിട്ട് പല വണ്ടികളിലും വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലായ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ചോദ്യം വന്നു, ഏതാണ് ചോദ്യം? ഒരാൾക്ക് ശരിക്കും ഇത്രയും ബൈക്കിന്റെ ആവശ്യമുണ്ട്. എനിക്ക് നിങ്ങളുടെ രാവിലെ ഉറക്കത്തിന് എന്റെ പുറത്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതിന്റെ ഇടയിൽ കുറച്ച് ഞാൻ കമന്റ്സ് കണ്ടായിരുന്നു, ഇത് പ്രൊമോഷൻ വർക്കാണ്. പ്രൊമോഷനാണ്, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടാറ്റയുടെ സർവീസ് മോശാന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രയിൽ പോയി. ഇപ്പൊ അവര് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹേന്ദ്രയുടെ സർവീസ് മോശമെന്നാ. അതിപ്പോ എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ പ്ലാറ്റ്ഫോം വഴി ഞാനും പറയും. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റൂൾസ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ MVD മിണ്ടാത്തത്. ഇപ്പൊ നിങ്ങളെ സൺറൂഫിന്റെ ഉള്ളിൽ കൂടെ തലയിട്ട് പുറത്തേക്ക് ഇറങ്ങി വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ലൈസൻസും അത് ചിലപ്പോൾ RC ബുക്കും ക്യാൻസൽ ചെയ്യും. ഹായ്, ഹലോ, നമസ്കാരം. ടീടോക്സിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വണ്ടിയെ ക്രേസാക്കി മാറ്റുന്നവർ ഒരുപാടുണ്ടായിരിക്കും, എന്നാൽ വണ്ടിയെ ജീവിതമാക്കി മാറ്റുന്നവർ വളരെ ചുരുക്കം പേരായിരിക്കും. അങ്ങനെ ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പം ടീടോക്സിലുള്ളത്. അരുൺ ചേട്ടാ, ടീടോക്സിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. വളരെ വർഷങ്ങൾക്ക് ശേഷമാണല്ലേ ഇപ്പൊ നമ്മൾ കാണണേ. അതായത് ഞാൻ 2ലോ 3ലോ ഒക്കെ പഠിക്കുമ്പോ കണ്ടിട്ടുള്ളതാണ്. അന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ടാവില്ല ചേട്ടൻ ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്നു. ഞാനും വിചാരിച്ചില്ല ഇങ്ങനെ ഇന്റർവ്യൂ ഒരു ലെവലിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോ ചേട്ടന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതായത് അരുൺ സ്മോക്കി എന്ന് പറയുന്നത് ചേട്ടൻ ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ട് പേരാണ്, വെറൈറ്റിക്ക് ചെയ്തതാണ്. അപ്പൊ ഞാൻ ഈ അരുൺ സ്മോക്കി എന്നുള്ള പേര് എങ്ങനെ അറിയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ +2 പഠിക്കുന്ന ടൈമിൽ എന്റെ വീട് ഇങ്ങനെ പാടുകാടാണെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഫ്രണ്ട് ചോദിച്ചു അരുൺ സ്മോക്കിനൊക്കെ അറിയോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് അറിയില്ല, ആരാന്നുള്ളത് അറിയില്ല. അപ്പൊ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. ഫോട്ടോ അയച്ചു തന്നപ്പോഴാണ് ചേട്ടൻ ഓൾറെഡി ചെറുപ്പത്തിൽ അറിയെങ്കിലും ഇതാണ് അരുൺ സ്മോക്കി എന്നുള്ളത് ഞാൻ അന്നാണ് ശരിക്കും അറിഞ്ഞത്. അപ്പോ ഈ പേര് സ്വന്തമായിട്ട് ചേട്ടൻ തന്നെ കണ്ടുപിടിച്ച പേര് തന്നെയാണോ? പിന്നെ സ്മോക്കി എന്നൊക്കെ അന്ന് പണ്ട് ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്ന. പിന്നെ ഞാൻ നോക്കിയപ്പോ എല്ലാവർക്കും ഓരോ പേരിന്റെ അറ്റത്ത് ഓരോ വാല്യൂകളുണ്ട്. അപ്പൊ എന്റെ മേഖലയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ വലിയ പ്രശ്നമില്ലാത്തൊരു പേരാന്ന് തോന്നിയപ്പോ അതെല്ലാ പ്ലാറ്റ്ഫോമിലും ഇട്ടു. ചാനലിന് ബൈക്ക് പ്രാന്തന്മാരായിരുന്നു ആദ്യം. അപ്പൊ മലയാളം പേര് സജഷൻസ് പോവില്ലേ, സെർച്ച് ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ കൊണ്ട് അരുൺ സ്മോക്കി ഇട്ടു, ഇൻസ്റ്റാഗ്രാമിൽ അരുൺ സ്മോക്കി ഇട്ടു, ഫേസ്ബുക്കിൽ അരുൺ സ്മോക്കി ഇട്ടു. പേരിന്റെ ഐശ്വര്യമാണെന്ന് അറിയില്ല, പിന്നെ കണ്ടമാനം ഫോളോവേഴ്സ് ക്ലിക്കായി. ഇപ്പോ വണ്ടികളെ പറ്റി പറയുകയാണെങ്കിൽ ചേട്ടൻ എന്നോട്ടാണ്, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു, അതായത് വണ്ടികളെ ക്രേസ് ആയി കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, പക്ഷെ വണ്ടികളെ ജീവിതമാക്കി മാറ്റുന്നവര് വളരെ ചുരുക്കം പേരായിരിക്കും. അപ്പൊ ചേട്ടൻ എന്നോട്ടാണ് മനസ്സിലാക്കിയത് വണ്ടിയാണ് ഇനി അങ്ങോട്ട് എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്? അത് 2010-12 കാലഘട്ടങ്ങളിൽ എന്നെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം അവിടെ എനിക്കറിയാം, എന്റെ കൂട്ടുകാരിയുടെ ഒരു സിസ്റ്ററാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ മുതൽ തന്നെ ഞങ്ങളുടെ എല്ലാ ടീമിലും എല്ലാവർക്കും ബൈക്കുകളൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ അന്ന് സൈക്കിളിലായിരുന്നു. സൈക്കിളിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ബൈക്കിൽ കയറി, പിന്നീട് ആ ഒരു ബൈക്ക് വിറ്റ് വേറൊരു ബൈക്കിൽ കയറി. അപ്പോൾ വണ്ടികളോട് ക്രൈസ് അന്ന് പണ്ട് മുതലേ ഉണ്ട്. പിന്നെ അത് യൂട്യൂബ് ചാനലിലേക്ക് മാറി, അതിൽ നിന്നൊരു ഇൻകം വന്നു തുടങ്ങിയപ്പോൾ ക്രൈസ് പ്ലസ് ഒരു വരുമാന രീതിയാക്കി. മീൻസ് അതിൽ സെറ്റായി. പിന്നെ അത് തുടരാമെന്ന് തന്നെ തോന്നി, കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ആ ഒരു മേഖലയിൽ ആ ഒരു സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇത്ര അധികം വണ്ടികൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിലങ്ങോട്ട് വെച്ച് പിടിച്ചു. ഇപ്പൊ യൂട്യൂബിലൂടെ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സാധാരണ വീഡിയോ, അതായത് ഒരു KTM ബൈക്കിനെ കുറിച്ച് ചേട്ടൻ റിവ്യൂ പറയുന്നു, ബൈക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു, അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഏത് വീഡിയോ ആയിരുന്നു ഏറ്റവും ആദ്യം ക്ലിക്ക് ആയത്? എനിക്ക് തോന്നുന്നു റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റിനെ പറ്റി ഒരു കളിയാക്കി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലെ ക്ലിക്ക് ആയത്. കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ നെഗറ്റീവ്സ് പറഞ്ഞു തന്നു വണ്ടിയുടെ ഭയങ്കരമായിട്ട്. 2016 കാലഘട്ടങ്ങളിൽ 17 കാലഘട്ടങ്ങളിലൊക്കെ ബുള്ളറ്റിനൊക്കെ ഇഷ്ടംപോലെ കംപ്ലൈന്റ്സ് ഒന്നും ആൾക്കാരെ പറ്റിയ നേരത്തിലായിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് ആരും ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാനാണ് ഏറ്റവും കൂടുതൽ റീച്ചിൽ പ്രതികരിച്ചതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ ഒരു ഇതിൽ പിടിച്ചു കയറി. പിന്നെ ഫസ്റ്റ് തന്നെ ചാനലിന്റെ നെഗറ്റീവ് വണ്ടികളുടെ സൈഡിൽ വരുന്ന കംപ്ലൈന്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചാനൽ തുടങ്ങി. പിന്നീടാണ് അത് റിവ്യൂലേക്കൊക്കെ മാറിയത്. ഇപ്പോഴും വലിയ ഇപ്പൊ എനിക്ക് തോന്നുന്നു കാറിന്റെ വീഡിയോസ് കൂടുതൽ. അതെ, ബൈക്ക് കുറഞ്ഞു. ശരിക്കും ബൈക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഇപ്പൊ ബൈക്ക് ഇത്തിരി സ്ലോ ആയി. അല്ല, ബൈക്കിൽ നിന്ന് കൂടെ ഞങ്ങൾ ഒരെണ്ണം സെറ്റാക്കി മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു പോസ്റ്റ് ഇട്ടത് ഇൻസ്റ്റാഗ്രാമിൽ, ഏതാണ് ബൈക്ക് എന്നുള്ളത്. അത് ഇതുവരെ ആരും ഗസ് ചെയ്തിട്ടില്ല. ഏതൊരു അഡ്വഞ്ചർ ബൈക്ക് ആണ്. അതെ, അപ്പൊ ബൈക്കിനോട് ക്രൈസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ കൂടുതൽ ചെയ്യണത് കാറിന്റെ വീഡിയോസ് ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു വീഡിയോ ക്ലിക്ക് ആയി എന്ന് പറഞ്ഞല്ലോ ബുള്ളറ്റിന്റെ, അതിനുശേഷം പിന്നെ
പിന്നെ പിന്നെ ആൾക്കാർ തുടർച്ചയായിട്ട് ചോദിച്ചു ഞങ്ങൾക്ക് ഇന്ന രീതിയിലുള്ള കംപ്ലൈന്റ്സ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, അതിനെ പറ്റി വീഡിയോ ചെയ്യുന്ന ചോദിച്ചപ്പോ അങ്ങനെ കയറിപ്പോയതാ. ഏകദേശം ഒരു മാസത്തിൽ തന്നെ 50,000-60,000 സബ്സ്ക്രൈബേഴ്സിന് ആയി തോന്നുന്നു. പൈസ കിട്ടുന്ന കാര്യം പറഞ്ഞിരുന്നില്ല, പക്ഷെ ഏകദേശം ഒരു 6-7 മാസത്തിനുള്ളിൽ തന്നെ 7,000 രൂപയോളം വരുമാനം വന്നു. അപ്പൊ എന്നെ ആ ഒരു കാലഘട്ടത്തിൽ എന്നെ സംബന്ധിച്ച് വലിയൊരു എമൗണ്ടാണ്. അപ്പൊ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ വിചാരിച്ചു. സെറ്റായി. സാധാരണ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുവരാറ് ഏതെങ്കിലും ഒക്കെ ഒരു പാട്ടിട്ട് റീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും ചെയ്ത് അങ്ങനെ പോകും. പക്ഷെ എനിക്ക് തോന്നുന്നു അരുൺ സ്മോക്കി എന്ന് പറയുന്ന ആ ഒരാളെ പിന്തുടർന്ന് ആരും അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. അതിന് മുൻ ഇപ്പൊ സ്ട്രെല്ല് അല്ലെങ്കിൽ ഒക്ടെൻകൾ അങ്ങനെയൊക്കെ കുറെ ആൾക്കാരുണ്ടെങ്കിലും ഇതുപോലെ ചേട്ടനൊരു വീഡിയോ ഇട്ട് നെഗറ്റീവായിട്ട് എന്നാ ഇതുപോലെ ഞാനും ചെയ്യാം, ഇതുപോലെ പിടിച്ചു കയറാം, അങ്ങനെ ആരും ഇതുവരെ വന്നിട്ടില്ല. ഓരോരുത്തരും ഓരോരുത്തരുടെ സ്റ്റൈലിലല്ല കയറി വരാം. അപ്പൊ ഞാൻ എന്റെ സ്റ്റൈലിൽ കയറി വന്നു, അവരവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ. അതിലെനിക്ക് തോന്നുന്നു കോപ്പിടി അങ്ങനെയുള്ള ഒരു മേഖല അല്ല ഇത്. വണ്ടികളുടെ കേസ് അങ്ങനെയല്ല. ഡാൻസ് ഒക്കെ പിന്നെ നമുക്ക് ഒരു സ്റ്റെപ്പ് കോപ്പിടിക്കാം, പക്ഷെ നമ്മൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടമാക്കി അവര് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് നമ്മളെ ഫോളോ ചെയ്യിപ്പിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. അപ്പൊ ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണെങ്കിൽ മാത്രം അവർക്ക് ഫോളോസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഫുള്ള് നീ അവനെ കോപ്പിടിച്ചു ഇവനെ കോപ്പിടിച്ചു ആ ഒരു തരത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ കയറി വന്നിട്ടുള്ള എത്രയധികം ഫോളോസിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഈ വണ്ടികളിലൊക്കെ പറ്റി പഠിച്ചത് എങ്ങനെയാണ്? ഇപ്പൊ ഓരോ വണ്ടിക്കും ഓരോ ടൈപ്പ് ഡിഫറൻസ് ആണല്ലോ കാര്യങ്ങളെല്ലാം. അപ്പൊ ഈ എല്ലാ ബൈക്കിന്റെ ആയാലും കാറിന്റെ ആയാലും എങ്ങനെ കുറെയൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ നോക്കുകയാണോ? ഗൂഗിൾ സെർച്ച് ചെയ്യലുണ്ടായിരുന്നു. അതിന് പുറമെ ഞങ്ങൾക്ക് വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ എനിക്കൊരു 10-12 പേരുണ്ട് ഞങ്ങൾ ഒരുമിച്ച്. അപ്പൊ ഞാൻ ഓൾറെഡി പണ്ട് മുതലേ ബൈക്കുകൾ വാങ്ങിച്ച് ഒരു വണ്ടി വാങ്ങുമ്പോൾ എന്തൊക്കെ പണികൾ കിട്ടും, മീൻസ് ഒരാൾക്ക് നമ്മൾ വിൽക്കുമ്പോൾ അവർ പറയില്ല ഇന്ന കംപ്ലൈന്റ് ഒന്നും ആ കംപ്ലൈന്റ് ഒന്നും. അപ്പൊ ഇതൊക്കെ നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു വണ്ടി ഇറങ്ങുന്ന സമയത്ത് ആ ഒരു വണ്ടീനെ വെച്ച് കമ്പയർ ചെയ്യാനും ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഏതൊക്കെ വണ്ടികൾ ഇറങ്ങുന്നുണ്ട്, ആ ഒരു വണ്ടികളായിട്ടും ഈ വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു. പക്ഷേ ഈ ടെക്നിക്കലായിട്ടുള്ള വേർഡ്സും ടെക്നിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ട് ഓട്ടോമൊബൈലിലേക്ക് വന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിട്ട് വളരെ ഈസി ആയിരുന്നു. വണ്ടി മേഖലയായിട്ട് മുമ്പോട്ട് പോകാന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നീട് യൂട്യൂബ് ചാനൽ തുടങ്ങി എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി. ഇപ്പൊ ചേട്ടൻ സ്വന്തമായിട്ട് അങ്ങനെ ഇപ്പൊ ചേട്ടന് എല്ലാ വണ്ടീനെ പറ്റിയും ഒരുവിധം അത്യാവശ്യം അറിവ് ഇപ്പൊ ഉണ്ടല്ലോ, ബേസിക് ഓക്കെ. അപ്പൊ ചേട്ടന് ഇത്രയും ഈ ഒരു നോളജ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു വണ്ടി മേടിച്ചിട്ട് മുട്ടൻ പണി കിട്ടിയിട്ടുണ്ടോ? എല്ലാം അറിഞ്ഞിട്ടും മേടിച്ചിട്ട് ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. കുറെ വണ്ടികളിൽ പണി കിട്ടാറുണ്ട്. പക്ഷെ പണി കിട്ടിയ പിന്നെ നമ്മൾ ആ ഒരു പണി ഉണ്ടോന്ന് നോക്കിയിട്ട് അടുത്ത വണ്ടിയിലേക്ക് കിടക്കുള്ളൂ. പിന്നെ അങ്ങനെ ചോദിക്കാൻ ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബ്രാൻഡിനെ എടുത്ത് പറയാനില്ല. കുറെ വണ്ടികൾക്ക് പണി കിട്ടിയിട്ടുണ്ട്, പിന്നെ ആ ഒരു ബ്രാൻഡിലേക്ക് തിരിഞ്ഞു കിട്ടില്ല. അതായത് സർവീസ് പരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളൂ. വണ്ടികളൊക്കെ നല്ലതായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് വേണമെങ്കിൽ ഞാൻ ഒരു പേര് പറയാം. ജാവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈക്ക് ഉണ്ട്. ജാവ എടുത്ത് ഞാനും കുറെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ ഈ വണ്ടിക്ക് ഒരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റാർട്ടർ കോയിൽ കംപ്ലൈന്റ് വരും. ജാവ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഒരിക്കലും ഈ വണ്ടിനെ തിരിച്ചെടുത്തിട്ട് അത് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കൊടുത്തില്ല. പകരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർട്സ് സർവീസിന് 12,000 എസ്റ്റിമേറ്റ് ഇട്ട് കൊടുത്തു. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ അറിയണ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറെ വണ്ടികൾ വന്നു പോണ തന്നെ ഒരു വണ്ടിയുടെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പല വണ്ടികളിലും വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലായ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ചോദ്യം ഞാൻ മറന്നുപോയി. ഏതാണ് ചോദ്യം? മുട്ടൻ പണി കിട്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കുറെ വണ്ടികൾ വന്നു. കുറെ വണ്ടികൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് സർവീസ് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ചേട്ടന് സ്വന്തമായിട്ട്, അതായത് ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗാരേജിലുള്ള വണ്ടി അല്ലാണ്ട് ചേട്ടന്റെ യൂസിനായിട്ട് ഇപ്പൊ മൊത്തം എത്ര വണ്ടിയുണ്ട്? എനിക്ക് ബൈക്കായിട്ട് ഇപ്പൊ പറഞ്ഞുള്ളൂ. കാരണം എന്താ വെച്ചാൽ കുറെ വണ്ടികൾ ഉണ്ടായിരുന്നു, ഞാനൊക്കെ കൊടുത്തു. ഷോറൂം തുടങ്ങേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു, പിന്നെ വീട് വെക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ ബൈക്കുകളൊക്കെ കൊടുത്തു. ഹയബൂസ ഉണ്ടായിരുന്നു, 10R ഉണ്ടായിരുന്നു, പനികാല ഉണ്ടായിരുന്നു, പിന്നെ നിഞ്ച 1000 ഉണ്ടായിരുന്നു, 1200. ഒരാൾക്ക് ശരിക്കും ഇത്രയും ബൈക്കിന്റെ ആവശ്യമുണ്ട്? എനിക്ക് ഞങ്ങളുടെ രാവിലെ ഉറക്കത്തിന് എന്റെ പുറത്തേത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പൊ അത് അതിന് വേണ്ടി മാത്രമേ ഞാൻ ഓടിക്കില്ലെന്നല്ല. ഇപ്പൊ GS എടുത്തിട്ട് ഏകദേശം 1000 കിലോമീറ്റർ ഇത്രയും ബൈക്കൊക്കെ മേടിച്ചല്ലോ. അപ്പൊ ഓരോ ദിവസം എന്താ ചെയ്യും? ഓരോന്ന് മാറ്റി ഓടിക്കും. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് പോർഷയിലല്ലോ വന്നത്. ഇനിയിപ്പോ ഞാൻ മണ്ണത്തേക്ക് പോകാൻ വേണ്ടി പോണത് നൈനിലായിരിക്കും. ചെറിയ തരം മട്ടൊന്നുമല്ല. വണ്ടി ഭയങ്കര പൈസ. അത് ആ ഒരു ഫീൽഡിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ ദുബായിൽ ഇരുന്നിട്ട് അവരുടെ വണ്ടി വിൽക്കാണ്ട് നമ്മുടെ വീടുകളിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അവർക്ക് നാട്ടിൽ വരുമ്പോ ഇത് അവിടെ ഇരിക്കണ കണ്ടാൽ മതി, ഓടിക്കലൊന്നുമില്ല. അതേപോലെ ഒരു സന്തോഷം. ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് മറ്റേ ലിപ്സ്റ്റിക്കും മറ്റേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത് ഞാൻ ചേട്ടൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പോ ഗേൾസ് എത്രത്തോളം മേക്കപ്പിനെ ശരിയാണ് ചേട്ടൻ പറഞ്ഞത്, മേക്കപ്പിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഇത്രയും ലക്ഷങ്ങളൊക്കെ മുടക്കി, അത് ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ വീട്ടിലെ ഒരാളൊന്നും ഇത്രയും ലക്ഷങ്ങളൊന്നും മുടക്കി മേക്കപ്പ് മേടിക്കില്ലേ. നിങ്ങൾ എന്താ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ലംബോർഗിനി ഒരു ചേട്ടന്റെ വീഡിയോയിൽ ഞാൻ ഇവിടുന്ന് കോട്ടയത്തൊക്കെ പോയിട്ട് എടുത്തു. അത് കാണാൻ വേണ്ടി പോയതാ. അപ്പൊ എനിക്ക് കാണാൻ പോണതിന്റെ കൂടി മറ്റുള്ളവരെ അറിയിക്കണം എന്ന് തോന്നി. കഴിവുള്ളവർ എനിക്ക് ഭയങ്കര അതെ 1-2 ലക്ഷം മുടക്കിയിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ലംബോർഗിനി പിന്നെ
46 ലക്ഷത്തിനൊക്കെ ഫാൻസി നമ്പർ മേടിച്ച മലയാളി. അപ്പൊ നിങ്ങൾ ലക്ഷങ്ങളാണ് വാരി അറിയുന്നത്. വണ്ടിപ്രാന്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഞാൻ ഒരു വണ്ടീനെ കണ്ട് ആഗ്രഹിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഞാൻ വണ്ടി വാങ്ങുമ്പോൾ ഞാൻ അത് അച്ചീവ് ചെയ്തു, എന്റെ കോൺഫിഡൻസ് ലെവൽ കൂടി, എനിക്ക് അതൊക്കെ മേലെ പറ്റുന്നുള്ളൊരു തോന്നൽ വന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് എടുത്തത് പോളോ, അത് കഴിഞ്ഞിട്ട് എടുത്ത വണ്ടി എന്ന് വെച്ചാൽ നെക്സോൺ, അത് കഴിഞ്ഞിട്ട് ഹാരിയർ. അതായത് സ്റ്റെപ്പ് ആയിട്ട് കയറി ഉപയോഗിച്ച വണ്ടി ഏതായിരുന്നു? എനിക്ക് സ്വന്തമായിട്ട് ചേട്ടൻ പോളോ വാങ്ങിച്ച് ഉപയോഗിച്ച വണ്ടി പോളോ. അതിന് മുമ്പ് ചെറിയ കാറോളൊക്കെ എടുത്തിട്ട് ഇടിച്ച് പിടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ ലെവലിൽ കയറി പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് നമുക്കുള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വരില്ല, ഞാൻ അടുത്തത് ഒരു വണ്ടി അതെ ആ വണ്ടിക്ക് വേണ്ടിട്ട് ടാർജറ്റ് ഇട്ട് അതിന്റെ പിന്നാലെ പോവും, അതിന് വേണ്ടിട്ട് വർക്ക് ചെയ്യും. ഇത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അപ്പൊ ആ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിലിടുമ്പോ എന്നെ കൊണ്ട് പറ്റി അടുത്തത് ഇപ്പൊ പുതിയൊരു വണ്ടിയല്ലേ, കാറ് മേടിച്ചല്ലോ, എടുത്തു. അതും ഭയങ്കര ആഗ്രഹമായിരുന്നു, ഈ വീട് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് എടുത്തപ്പോ കുറെ നെഗറ്റീവ് കമന്റ്സ് തോന്നുന്നു. ഞാൻ വായിച്ചായിരുന്നു, അതായത് കുളത്തിൽ നിന്ന് കിണറ്റിലേക്കാണ് ഇവൻ ചാടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴാണ് ഇവൻ ശരിക്കും ശശിയായത്. അത് വണ്ടീനെ പറ്റിയിട്ടല്ല, ഞാൻ ടാറ്റയുടെ സർവീസ് മോശാന്ന് പറഞ്ഞിട്ട് മഹീന്ദ്രയിലേക്ക് പോയി. ഇപ്പൊ അവര് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹീന്ദ്രയുടെ സർവീസ് മോശാന്നാ. അതിപ്പോ എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ പ്ലാറ്റ്ഫോം വഴി ഞാനും പറയും സർവീസ് മോശമാണെങ്കിൽ എനിക്ക് മോശമാന്ന് പറയണം. കാരണം എന്താ വെച്ചാൽ അവർ പറയുന്ന സർവീസ് കോസ്റ്റ് കൊടുക്കുന്നുണ്ട്, റോഡ് ടാക്സ് അടച്ചിട്ടുണ്ട്, അവർ പറഞ്ഞ എമൗണ്ടിന് നമ്മൾ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 36 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ട് അതിന്. എന്നിട്ട് എനിക്ക് സർവീസ് കിട്ടേണ്ടത് എന്റെ അവകാശമാണ്. അത് മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവണില്ലെങ്കിൽ പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ അതിന് നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, നമ്മൾ പ്രതികരിക്കും. അതേപോലെ കുറെ പേർക്ക് പണി കിട്ടിയവരാണ് ഈ വീഡിയോന്റെ താഴെ കമന്റ് ഇട്ടേക്കുന്നത്. ഇപ്പൊ ചേട്ടൻ എപ്പോഴെങ്കിലും ഇങ്ങനെ ഈ കമന്റ് കണ്ടപ്പോ വേണ്ടായിരുന്നു, എന്റെ ടാറ്റ കൊടുക്കണ്ടായിരുന്നു, റിഗ്രറ്റ് എന്തെങ്കിലും? പിന്നെ ഞാൻ നെഗറ്റീവ് കമന്റ്സ് ഒന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ചാനൽ തുടങ്ങുമ്പോഴും നെഗറ്റീവ് കമന്റ്സ് ഇട്ടോ, ഇപ്പോഴും നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു മാറ്റില്ല. ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട്. ഇപ്പൊ എന്റെ പണി എന്ന് വെച്ചാൽ ഞാൻ ചെയ്യണു, ഇപ്പൊ നിങ്ങളുടെ പണി നിങ്ങൾ ചെയ്യണു, അവരുടെ പണി കമന്റുകളിൽ വീട്ടിൽ നിന്നിട്ട് അവർ കമന്റ് ഇട്ടോട്ടെ. മീൻസ് നമ്മളത് മൈൻഡ് ചെയ്യേണ്ടതില്ല. പക്ഷെ നല്ല രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട്, കാരണം നീ ഒന്നും കൂടി ഇത് ആലോചിച്ചിട്ട് എടുത്താൽ മതിയായിരുന്നു, ഇതിന് ഇന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആലോചിക്കും, ഈശ്വര ഈ സാധനം ഞാൻ കണ്ടില്ല മുമ്പ്, കണ്ടെങ്കിൽ വേറെ വണ്ടി കൂടെ നോക്കാറുന്നു. അല്ലെങ്കിൽ ഇപ്പൊ പറയാം ബ്രോ ഈ പ്രൈസ് റേഞ്ചിൽ ഈ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ഫീച്ചേഴ്സ് ആ വണ്ടി, നമുക്ക് 2-3 തരത്തിൽ കമന്റ്സിനെ വിലയിരുത്താൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കമന്റ്സ് തന്നെ നമ്മൾ നോക്കാറില്ല. ബാക്കി എല്ലാവരും എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. അതുപോലെ ഈ വണ്ടിയുടെ പ്രാന്ത് പറഞ്ഞല്ലോ, ഈ വണ്ടി ഓടിച്ച് ബിരിയാണി കഴിക്കാൻ വേണ്ടി ചെന്നൈയിലേക്ക് പോയൊരു, അത് ശരിക്കും അതിന്റെ ഇടയിൽ കുറച്ച് ഞാൻ കമന്റ്സ് കണ്ടായിരുന്നു, ഇത് പ്രൊമോഷൻ വർക്കാണ്. പ്രൊമോഷനാണ്, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൊമോഷൻ പ്ലസ് എനിക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് മൂഡിൽ ഞാൻ എല്ലാം ചെയ്യുള്ളൂ. എന്റെ ഏത് റീൽസ് എടുത്ത് നോക്കിയാലും ഞാൻ അത് ഡയറക്റ്റ് ഒരു പ്രൊഡക്റ്റ് പിടിച്ചിട്ട് ഈ പ്രൊഡക്റ്റിന് ഇന്ന രീതിയിലുള്ള യൂസ് ഉണ്ട്, ആ ഒരു രീതിയിൽ ഞാൻ ചെയ്യില്ല. എനിക്കത് എന്തെങ്കിലും ഒരു കണ്ടന്റ് പരമായിട്ട് ചെയ്യുമ്പോഴാണ് എനിക്കതിൽ ഒരു കോൺഫിഡൻസ്. അടുത്തത് ചെയ്യാനാണെച്ചാലും ഏത് പരസ്യം വന്നു കഴിഞ്ഞാലും ഞാൻ ഒരു തരത്തിൽ ചെയ്യുള്ളൂ. ഇപ്പൊ മഹീന്ദ്രയുടെ ചെന്നൈയിൽ ഷൂട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇന്ന രീതിയിലുള്ള ബിരിയാണി കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ വണ്ടി എടുത്തിട്ട് അത്ര ദൂരം ഓടിക്കും ചെയ്യാം, ബിരിയാണി കഴിക്കും ചെയ്യാം, ബിരിയാണി കഴിക്കാം. ആ പരിപാടി കഴിഞ്ഞ് ചെന്നൈക്ക് ഒരു ട്രിപ്പ് പോയ പോലെ പെയ്ഡ് പ്രൊമോഷൻ ആണ്, പൈസ എന്നിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ അത് വെറുതെ പൈസ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിപ്പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ ഷൂട്ട് ചെയ്തെന്ന് മാത്രം. ഇപ്പൊ ചേട്ടൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഗിവ് അവേ ഒക്കെ ചെയ്യണ്ടല്ലോ, ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടു സ്റ്റോറിയില്. അപ്പൊ ഇതൊക്കെ ഇവിടെ അരുൺ സ്മോക്കി ഗാരേജിലുള്ള ആ വണ്ടി തന്നെയാണോ കൊടുക്കുന്നത് അതോ? അല്ല, നമുക്ക് അത് നമ്മള് ഓരോ ബ്രാൻഡുകൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവര് പറയും ഞങ്ങൾ ഇന്ന ഇത്ര ലക്ഷം രൂപയാണ് സ്പോൺസർ ചെയ്തത്. എന്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന പൈസ അല്ല, എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാർ മെസ്സേജ്, ഡെയിലി ഒരു 500 മെസ്സേജ് വരും, ചേട്ടാ എനിക്ക് ഇങ്ങനെ പൈസക്ക് ആവശ്യമുണ്ട്, ചേട്ടാ എല്ലാവരും സഹായിക്കണില്ല. ഞാൻ സഹായിക്കണമെന്നല്ല, ഓരോ ബ്രാൻഡുകൾ സ്പോൺസർ ചെയ്യണത് നമ്മുടെ ഫോളോവേഴ്സിന് വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ ആ ഒരു സമയത്ത് 1 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയുടെ താഴെയുള്ള വണ്ടികൾ നമ്മൾ വയ്ക്കും, അതേപോലെ പേയ്മെന്റ് വയ്ക്കും, ആ ഒരു റേഞ്ചിൽ തന്നെ കുറച്ച് സംഭവങ്ങൾ വയ്ക്കും. ഓപ്ഷനിലായിട്ട് വെക്കണതാ. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ RF ആവശ്യം ഉണ്ടാവില്ല, അപ്പൊ നിങ്ങൾക്ക് പൈസയുടെ ആവശ്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസയായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനിയിപ്പോ പൈസ ഉണ്ട്, RF ഉണ്ട്, മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാത്ത ഒരാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐഫോൺ, മനസ്സിലായി, ഓപ്ഷനിലായിട്ട് വെക്കണം. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ഗിവ് കൊടുത്ത പയ്യൻ സ്വിഗ്ഗിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു, ഫീസ് ഇറങ്ങി കാശില്ലാണ്ട്. കുറെ അർഹതപ്പെട്ട ആൾക്കാർക്ക് തന്നെയല്ലേ കുറെ കിട്ടാ, ചില ഗിവ് അവേസ് മാത്രമാണ്. മീൻസ് ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും സെറ്റാ. ഇവ സ്വിഗ്ഗിയിൽ ഓടിയിറന്ന് ഫീസ് ഇറങ്ങി കാശില്ലാണ്ട് കടം വാങ്ങാൻ നിൽക്കുന്ന സമയത്താണ് എന്റെ ലൈവിൽ അവന്റെ പേര് വരുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ. അതുപോലെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ആയിരിക്കും, എപ്പോഴെങ്കിലും ഗിവ് അവേ കൊടുക്കുമ്പോ കള്ളത്തരം കാണിക്കാറുണ്ടോ? ഇപ്പൊ ചേട്ടന്റെ ചിലപ്പോ ഫ്രണ്ട്സ് തന്നെ പറയും, എടാ ഈ വട്ടം എനിക്ക് തായോ, അങ്ങനെ അവസാനം അവന്മാരൊക്കെ ലോൺ ഇട്ട് മൊബൈൽ എടുത്തു. അല്ല, ഇതുവരെ എന്തെങ്കിലും അങ്ങനെ കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ? കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ആൾക്കാരുടെ പോലെ അല്ല. നമ്മള് 2 കമന്റ് ബോക്സിൽ നിന്ന് 5-6 പേരെ റാൻഡംലി ചൂസ് ചെയ്തിട്ട് അത് വീണ്ടും റാൻഡംലി ഇതാക്കിയിട്ട് അവർ റൂൾസ് ഫോളോ ചെയ്യുന്നെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. ഇത് എന്റെ കയ്യിൽ നിന്നുള്ള കാശല്ലല്ലോ, ഇത് ബ്രാൻഡ് ചെയ്യണല്ലേ, എന്റെ പേര് ബ്രാൻഡുകളിൽ കേസ് കൊടുക്കും. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പണിക്കാരനല്ലേ. എത്ര 1 ലക്ഷം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു
അത്യാവശ്യം നല്ല രീതിയിൽ 500 ഗീവ് അവേ കഴിഞ്ഞ വർഷം ഈ വർഷമായിട്ട് നടത്തിയിട്ടുണ്ട്. അല്ല ഇവൻ ഞാൻ പോലും ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് ഇതൊക്കെ ശരിക്കും ചിലപ്പോ പ്ലാൻഡ് ആയിരിക്കോ അല്ലെങ്കിൽ അത് പ്ലാൻഡ് അങ്ങനെ ചെയ്യണവരുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറെ പേര് സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ചു തന്നു, ഗീവ് അവേ നടത്തിയിട്ട് പോസ്റ്റ് മുക്കി ഒന്നുമില്ല ഞങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഗീവ് അങ്ങനെ കാണിക്കണ്ടായിരുന്നില്ല. എന്റെ ജോലി മീൻസ് ഞാൻ എന്റെ കയ്യിൽ നിന്ന് കൊടുക്കണമല്ല, ഞാനൊരു പോസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അതിന് ഇത്ര രൂപ വാങ്ങുന്നുണ്ട്, GST ടാക്സ് എല്ലാം ഉൾപ്പെടെ ഇത്ര രൂപ വാങ്ങുന്നുണ്ട്, അതിന് പുറമെയാണ് ഗിഫ്റ്റ് അവർ സ്പോൺസർ ചെയ്യുന്നത്. അപ്പൊ അതിൽ എനിക്ക് കള്ളത്തരം കാണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കള്ളത്തരം കാണിച്ച് പിടിച്ച പിന്നെ എനിക്ക് ഈ ഒരു വരുമാനം എന്റെ നിൽക്കും. ഒരു വട്ടം ഞാൻ ഇത് ഡൈപ്പ് കാണിച്ചു ഒരു ബ്രാൻഡ് തിരിച്ചറിയില്ലെങ്കിൽ അവരൊരു വീട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇതില്ല. അപ്പൊ പിന്നെ എന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല. ഇപ്പോ ബ്രാൻഡുകളിലെ പറഞ്ഞപ്പോ പ്രൊമോഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ ഈ പ്രൊമോഷൻ വർക്ക് വരുമ്പോ ചേട്ടൻ അതിന് മുന്നേ തന്നെ എല്ലാ വണ്ടീനെ കുറിച്ച് പഠിച്ച് അത് ഓടിച്ചു നോക്കി അങ്ങനെയാണോ ചെയ്യാറ്, അതോ ആ ഒരു ടൈമിലാണോ അവിടെ പോയിട്ട് ഓടിക്കുന്നത്? പ്രൊമോഷൻ വർക്കുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ആകുമ്പോൾ നമുക്ക് മീഡിയ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവർ പറയുന്ന ഡേറ്റിൽ അപ്ലോഡ് ചെയ്യണം, അവർ പറയുന്ന കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉണ്ടാവാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എനിക്ക് വരുമ്പോൾ പറയും, ഞാൻ സ്പെക്ക് പറയും, അല്ലാണ്ട് ഇത് അടിപൊളി വണ്ടിയായി ഈ സെഗ്മെന്റിൽ ഇതാ ബെസ്റ്റ് എന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ സ്പെക്ക് പറയും, ഇതിന്റെ ഡീറ്റെയിൽസ് പറയും, താല്പര്യമുള്ളവരൊന്ന് വണ്ടി എടുക്കും. അതായത് ഞാൻ ടെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ വഴി കാണിക്കും. എന്റെ എല്ലാ പ്രൊമോഷൻസ് ആ ഒരു രീതിയിലാണ് ചെയ്യാറ്. ഓക്കെ. ചേട്ടാ എനിക്കുള്ളൊരു ഡൗട്ടാണ്, ഇപ്പൊ നമ്മൾ ഈ കാറൊക്കെ മോഡിഫൈഡ് ചെയ്തിട്ട് റോട്ടിൽ ഇറക്കുമ്പോ അപ്പൊ ശരിക്കും സീനൊന്നും ഇല്ലേ, പ്രശ്നമുണ്ട്? എനിക്കൊക്കെ വഴിയൂടെ മുമ്പ് വെറുതെ ഫൈൻ ഇട്ട് തരാറുണ്ട്. മോഡിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പഴയ കാറുകൾക്ക് ഈ പുതുജീവൻ കൊടുക്കണ പോലത്തെ ഒരു പരിപാടിയായിട്ട് ഞാൻ അങ്ങനെ ചെയ്യണതല്ലാണ്ട് ഞാൻ നമ്പർ പ്ലേറ്റ് ഊരി കളയാ, അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടിയുടെ സൈലൻസർ ഊരി കളഞ്ഞിട്ട് സൗണ്ട് ഇതാക്കുക, വണ്ടിയുടെ എഞ്ചിൻ റീട്യൂൺ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കാറില്ല. നല്ല രീതിയിൽ പെയിന്റ് അടിക്കുക. എനിക്ക് ഇഷ്ടമുള്ള മറ്റേ ജെംസ് മിഠായി പോലെ ഒരു 5-6 കളർ, അതായത് ചുരുക്കം പറഞ്ഞ ഒരു കുട്ടീനൊക്കെ നമ്മള് അണിഞ്ഞൊരുക്കുന്ന പോലെ, അതായത് കണ്ട് നമ്മൾ ചിലവര് ഭയങ്കര റഫായിട്ട് യൂസ് ചെയ്തിട്ടുള്ള വണ്ടികൾ നമ്മൾ എടുക്കും, എന്നിട്ട് അതിന് നല്ല രീതിയിലുള്ള പെയിന്റും കാര്യങ്ങളൊക്കെ അടിക്കുക, അതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. അത് ലീഗലി വലിയ ബുദ്ധിമുട്ടുകളില്ല. എന്നുവെച്ചാലും നമ്മുടെ അവിടുത്തെ റൂൾസ് പ്രകാരം മോഡിഫിക്കേഷൻ എന്നാണ്. അതായത് ഇന്ന മോഡിഫിക്കേഷൻ കുറെ കാര്യങ്ങളുണ്ട്, അത് മോഡിഫൈ ചെയ്തെന്നും പറഞ്ഞ് ഫൈൻ ഇടുന്ന കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ മൊത്തം ഇതുവരെ അന്നോട്ട് ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ MVD എത്ര കിട്ടിയിട്ടുണ്ട്? പറ്റി നല്ല ഫൈൻ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച 5000 അടച്ചുള്ളൂ. അതെന്നിട്ടാന്ന് വെച്ചാൽ നമ്പർ പ്ലേറ്റിൽ IND ഇല്ല എന്ന് പറഞ്ഞിട്ട്, നമ്പർ പ്ലേറ്റ് വലുതായിരുന്നു, അതിൽ IND ഇല്ല എന്ന് പറഞ്ഞിട്ട് 5000 ഫൈൻ ഇട്ടു. ഇവിടുത്തെ നിയമങ്ങൾ ഭയങ്കരമായിട്ട് എന്നിട്ട് പറയാം, മറ്റൊരാളെ ഇതാക്കാൻ പറ്റുന്ന ആക്രമിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറെ നിയമങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ അതിനെതിരെ വീഡിയോയും പ്രതികരിക്കില്ലൊന്നുമില്ല, അവരവരുടെ പണി ചെയ്യണു. IND ഇല്ലാതെ ഓടിച്ചത് എന്റെ മിസ്റ്റേക്ക് ആണ്. ഞാൻ പോയിട്ട് നമ്പർ പ്ലേറ്റ് മാറ്റി INDക്ക് 5000 കൊടുത്തു. അതായത് ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അടുത്ത പണി കിട്ടും. അപ്പൊ നമ്മുടെ ഈ ഇവിടുത്തെ റോഡിനെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? നമ്മുടെ ഈ റോഡിൽ ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടി ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ഏതായിരിക്കും പറയാ? റോഡിൽ ഓടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ട് ഓടിക്കുള്ളൂ. പക്ഷെ ഈ ബൈക്കിലൊക്കെ പോണ ആൾക്കാരുണ്ട്, ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നവര് എത്ര ആൾക്കാർ മരിച്ചോണ്ടിരിക്കണമെന്ന് അറിയും. റോഡിനെ പറ്റിയിട്ട് പറയാണ്ടിരിക്കാൻ നല്ലത്. ഒന്നാമത്തെ ദിവസം വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലൈമറ്റിന്റെ ഒന്നുമുണ്ട്. ബാക്കി കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് കർണാടകയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റോഡ് കിട്ടും. നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെയും കൂടെ ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് ഒരു കുഴിയിൽ ഇറക്കി വെച്ചാൽ ആ ഭാഗം മൊത്തം ചെരിഞ്ഞു, ഒരഞ്ഞടി ഭാഗം ഫുള്ള്. അത്രയും വലിയ കുഴികളാണ്. സേഫ് ആയിട്ട് പോകാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലില്ല റോഡ് വഴി. ഏത് വണ്ടി എടുത്ത് പോവാണെങ്കിലും ഏത് വണ്ടി എടുത്ത് പോകാൻ വെച്ചാലും ഇപ്പൊ ഞാൻ എന്റെ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ പോകും. ഒരുത്തൻ കുഴിയിൽ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വണ്ടി വെട്ടിച്ച് എന്റെ വണ്ടിയുടെ മുമ്പിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് വെച്ചാലും ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് വെച്ചാലും ഭയങ്കര റിസ്ക് ഉള്ള ഒരു ടൈമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ വണ്ടികൾ കൊണ്ട് പുറത്തിറങ്ങാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചുള്ള കേസാണ്. കുഴികളുടെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഴിയിൽ വീഴില്ല, ഓപ്പോസിറ്റ് വരുന്ന ഒരുത്തൻ കുഴിയിൽ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ വണ്ടിക്ക് വരാം. അപകടങ്ങൾ അങ്ങനെ ഉണ്ടാവാം. നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മൾ ശ്രദ്ധിച്ചിട്ടും കാര്യമൊന്നുമില്ല, പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ വണ്ടി വന്നിടിച്ച് പണിയിട്ടാറുണ്ട്? ബസ്സൊക്കെ അടിച്ചിട്ടുണ്ട്. ബസ്സൊക്കെ അടിക്കുന്ന പിന്നെ ഇപ്പോഴത്തെ ഇതറിയാലോ, ബസ്സിനെതിരെ ആരും ഒന്നും പ്രതികരിക്കാതെ തന്നെ എന്റെ വണ്ടിയുടെ ബാക്കിലൊക്കെ വന്നിടിച്ചിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഈ ബസ്സിന് ഭയങ്കര ചില ആൾക്കാരായിട്ടാ 90% ആൾക്കാരൊക്കെ ചില ആൾക്കാര് ആളുകളെ കൊല്ലണ വാർത്തകൾ ഡെയിലി കണ്ട് എനിക്ക് ആകെ ഉറപ്പായി തുടങ്ങി. ഇപ്പൊ അതിനെതിരെ ഞാനൊരു ഭയങ്കരമായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ള് ഇതിന് വേണ്ടിയിട്ട് വീഡിയോസ് ഇട്ടുണ്ടാകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിപ്പോ ഞാൻ നിർത്തി. കാരണം എന്താ വെച്ചാൽ അതിലൊരു റൂൾസ് വന്നു. ഇവരുടെ ടൈമിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ശരിക്കും അവരും കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് ഇന്ന ടൈമിൽ അവിടെ എത്തി കഴിഞ്ഞാൽ അവർക്ക് അവിടെ വണ്ടി നിർത്തിയിടാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റൂൾസ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ MVD ഉണ്ടാകുന്നത്. ഇപ്പൊ നിങ്ങളെ സൺറൂഫിന്റെ ഉള്ളിൽ കൂടെ തലയിട്ട് പുറത്തേക്ക് ഇറങ്ങി വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ലൈസൻസും അതായത് ചിലപ്പോൾ RC ബുക്കും ക്യാൻസൽ ചെയ്യും. ഒരാളതൊന്ന് വാർത്തേക്കാൻ മതി. ആ സെയിം ടൈമിൽ ഡെയിലി 1-2 പിള്ളേര്, അതായത് സ്വിഗ്ഗിയിലൊക്കെ ഓടണ ഒരു പയ്യനെ 2 ദിവസം മുമ്പ് മരിച്ചേ. അത്തരത്തിലുള്ള കുറെ ആൾക്കാർ ഈ ബസ് അപകടം മൂലം മരണപ്പെട്ടിട്ടും MVDയുടെ പേജിൽ ഒരു പോസ്റ്റ് കാര്യങ്ങളൊന്നും വരില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരും കുറ്റം പറയാൻ പറ്റില്ല. റൂൾസ് അങ്ങനെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, റൂൾസിൽ കുറച്ച് മാറ്റങ്ങൾ വേണ്ട കാലഘട്ടത്തിൽ ഇപ്പൊ ജീവിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മോഡേൺ ബൈക്സിൽ സ്ഥിരം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ
ചെക്കന്മാരുടെ ഒരു വികാരം എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഒരു ബൈക്ക് മേടിച്ചിട്ട് റോട്ടിൽ കൂടെ ചീറി പാഞ്ഞു പോവുക. അപ്പൊ അങ്ങനത്തേനൊക്കെ ചേട്ടൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചേട്ടൻ പോയിട്ടുണ്ട് അതുപോലെ? ഞാൻ എന്റെ പ്രായത്തിൽ പോയിട്ടുണ്ട്. അത് ആമ്പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇൻട്രസ്റ്റ് പിടിച്ചിട്ടുള്ള സംഭവം. സ്പീഡിൽ പോവാ, വണ്ടികൾ ഓടിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു വികാര. അപ്പൊ അത് ഇഷ്ടപ്പെടുന്നവർ അത് പോവും. പക്ഷെ കുറെ ആൾക്കാർ ഇതിന്റെ പവറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട അപകടത്തിലൊക്കെ പെട്ടിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർ പോണ കണ്ടിട്ട് അതേപോലെ പോയിട്ട് അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ഒരു വണ്ടീനെ കൺട്രോളിലായി കഴിഞ്ഞു, നമ്മുടെ റോഡിന്റെ അവസ്ഥ ഇതാണ്, നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ ഇങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരും പോവില്ല. ഞാൻ ഒരുപാട് വൈകിട്ടാണ് ആ ഒരു ഇതിലേക്ക് എത്തിയത്, മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഇപ്പോ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്പർ പ്ലേറ്റ് ഊരി കളയാ, അല്ലെങ്കിൽ ഇപ്പൊ സൈലൻസർ. ഇപ്പൊ നമ്മുടെ വണ്ടിക്ക് സാരി കാർഡ് വരെ ഉണ്ടാവും, മിക്ക വണ്ടികൾക്കും സാരി കാർഡ് 2 മിറർ, നമ്പർ പ്ലേറ്റ് ചേഞ്ച് ചെയ്യാറില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് കൊടുത്തു വിടുന്നതും. ഇവിടുന്ന് വിടുമ്പോഴും നമ്മൾ പറയും ഒരു കാരണവശാലും ഇതൊന്നും ചെയ്യരുത്. മീൻസ് എന്തെങ്കിലും ഇപ്പൊ മഡ്ഗാർഡ് അയച്ചാണെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കില്ല. നമ്മളിപ്പോ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക, ബാക്കിലുള്ള ഒരാളുടെ മൂത്തിക്ക് വല്ല കല്ല അല്ലെങ്കിൽ ചെളി അടിച്ചു കഴിഞ്ഞാൽ അവരെ കൺട്രോൾ നഷ്ടപ്പെടാം, അപകടത്തിൽ വരാം. അപ്പൊ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളത് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ശരിക്കും ഈ ബൈക്സ് കാണുന്ന നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എന്നുള്ള ഒരു ഫീല് വരുന്നില്ല. ഞങ്ങൾക്ക്, എനിക്ക് ബൈക്കിനെ പറ്റി അറിയാത്തോണ്ടാണോ എന്ന് എനിക്കറിയില്ല. കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പുതിയ മോഡൽ കാണുമ്പോ എല്ലാം ശരിക്കും ഒരു ഫ്രഷ് ബൈക്ക് എങ്ങനെയാണ് ഇരിക്കുക അതുപോലെയാണ് ശരിക്കും ഇരിക്കുന്നത്. ഇതിലൊരു ഒറ്റ വണ്ടിയുമേ പോലും പോളിഷ് ഇട്ടുണ്ടാവില്ല. അതായത് ഞങ്ങൾ എന്തൊരു ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിലോമീറ്റർ കുറഞ്ഞ വണ്ടികളുണ്ടല്ലോ, അതാണ് ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മീൻസ് ഒരു 4000 കിലോമീറ്റർ, 600 കിലോമീറ്റർ മുതൽ 400-300 കിലോമീറ്റർ മുതൽ ഏകദേശം 2000 കിലോമീറ്റർ ആ ഒരു റേഞ്ചിൽ ഓടിയുള്ള വണ്ടികൾ നമ്മുടെ കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ള വണ്ടികൾ നമ്മുടെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് കൊടുക്കുമ്പോൾ ഗ്യാരണ്ടീന് കൊടുക്കാൻ പറ്റും, പുതിയ വണ്ടി പോലെ ഉപയോഗിക്കാം. ആ ഒരു തരത്തില് ഇതായതുകൊണ്ടാണ് ഇവിടുത്തെ വണ്ടികളൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ, പേഴ്സണൽ ലൈഫിലേക്ക് വരികയാണെങ്കിൽ, ബാക്ക് ബോൺ എന്ന് പറയുന്നത് അമ്മയാണ്. അപ്പൊ അമ്മ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോ ഈ കാണുന്ന അരുൺ സ്മോക്കി ഉണ്ടാവുമായിരുന്നു? അല്ല, എന്റെ വീട്ടുകാർ അങ്ങനെ എത്ര ടോക്സിക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എന്റേതായിട്ടുള്ള പാതയിൽ കൂടെ പോകുമ്പോ അവർക്ക് അറിയില്ല ഇതിനെ പറ്റിട്ട്, എന്തൊക്കെയാണ് യൂട്യൂബ്, എന്താണ് ഇപ്പോഴും അമ്മയ്ക്ക് മനസ്സിലായില്ല എനിക്ക് എന്തിന്റെ ജോലിന്ന്. അപ്പൊ അവര് സപ്പോർട്ടിങ് ആണ്, നോന്നൊന്നും പറയാറൊന്നുമില്ല. ഞാൻ അതിന് പൊട്ട തീരുമാനങ്ങളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. അല്ല, കുറെ കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇന്നിപ്പോ ഈ കാണുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് മുമ്പ് അമ്മയ്ക്ക് ചായ കടയായിരുന്നു. അതിന് മുമ്പ് പിന്നെ എന്റെ അവിടുത്തെ അവസ്ഥകളൊക്കെ നിനക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അപ്പൊ ഭയങ്കര താഴ്ന്ന അവസ്ഥയിൽ ഞാൻ ഒരു UP ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ മറ്റേ ഓഫനേജിലൊക്കെ ആയിരുന്നു മലക്കുടിയിൽ. അങ്ങനെയൊക്കെ പഠിച്ച് ഇവിടെ 8ാം ക്ലാസ്സിൽ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. 10ാം ക്ലാസ് പഠിച്ചിറങ്ങി. എന്നിട്ട് നേരെ മീൻ കച്ചവടം, പെയിന്റിങ് പണി, കുറെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇത് നീ ഇപ്പൊ അവിടെ ഉള്ള ഒരാളായതുകൊണ്ട് നിനക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയാം, നിനക്ക് ചില ചോദിച്ചാൽ മതി. അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞ് വണ്ടി ഫീൽഡിലേക്ക് എത്തിയതിനു ശേഷമാണ് ഒരു മാറ്റം വന്നേക്കണത്. അപ്പൊ ആ മാറ്റത്തിൽ അമ്മയും കൂടി ഉണ്ട്. അപ്പൊ ഞാൻ അമ്മയ്ക്ക് ഇപ്പൊ വണ്ടികളെ പറ്റി അമ്മയാണ് ചേട്ടനില്ലാത്തപ്പോഴൊക്കെ വണ്ടി കച്ചവടം ചെയ്ത് തുറന്നത്. അതായത് ഞാന് ഒരു സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി രാവിലെ എടുക്കാൻ പോകും OLX-ൽ, എന്നിട്ട് അത് തിരിച്ചുകൊണ്ടിരും. പിന്നെ പിറ്റേ ദിവസം പോണ സമയത്ത് രാത്രി 1 മണി 2 മണിക്കൊക്കെ വരാം. ആ ഒരു സമയത്ത് ചിലപ്പോൾ വീട്ടുകാർക്ക് എനിക്ക് വണ്ടി ഡീൽ ചെയ്യാനൊന്നും പറ്റില്ല ആൾക്കാർ വരുന്ന സമയത്ത്. അപ്പൊ അമ്മ ഇത് പഠിച്ച് ഏകദേശം 3 വർഷം. അമ്മ എങ്ങനെ പഠിച്ചപ്പോ വണ്ടികളെ പറ്റി ചേട്ടൻ പറഞ്ഞു? ഞാൻ പറയും ഇത് അമ്മ R15, ഇതാണ് ഡൂക്ക്, ഇതാണ്. ഇപ്പൊ അമ്മേരെ മുമ്പിൽ ഒരു ഫോട്ടോ അഞ്ചു കൊടുത്ത് അമ്മ പറയും ഏതാ വണ്ടി പറയും. വേണമെങ്കിൽ കളർ കണ്ടിട്ട് അതിന്റെ ഇയറും പറഞ്ഞുതരും. ഓരോ KTM-നൊക്കെ ഭയങ്കര നോളജ് അങ്ങനെ കിട്ടി. നമ്മൾ ഏത് സാഹചര്യത്തിലാണോ നമ്മളെ കൊണ്ടുവരുന്നത് ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറും. അത് നോർമലായിട്ടുള്ള ഒരു പ്രകൃതി നിയമ. അപ്പൊ അമ്മ വണ്ടി കണ്ട് അമ്മയ്ക്ക് വണ്ടീനെ പറ്റിയിട്ടൊക്കെ നല്ല ധാരണ. ഇപ്പോ ഇനി അടുത്തത് പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന വണ്ടി ഏതാ? ഇനി പുതിയതായിട്ട് വണ്ടികളൊന്നും പ്ലാൻ ഇല്ല. എനിക്കൊരു വീട് വെക്കണമെന്നുണ്ട്. അപ്പൊ അതിന് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ പണി ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യാം. അല്ല, ഇപ്പൊ ഒരു വീട് ഉണ്ടല്ലോ, അത് വാങ്ങിച്ചു. അതല്ല ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. ഒരെണ്ണത്തിന്റെ അപ്പം പോകുമ്പോഴാണ് സംഭവം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോണും കാര്യങ്ങളൊക്കെ കുറെ ഉണ്ട്. എന്നാച്ചാലും കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് കൂടി പോകും. ഓരോ ദിവസം എണീക്കുമ്പോഴും എന്റെ വാൾപേപ്പർ വരെ അങ്ങനത്തെ ഒരു സംഭവമാണ്. എന്റെ വാൾപേപ്പർ വെച്ചാൽ ലാപ്ടോപ്പിൽ എല്ലാം ഈ ഒരു സംഭവം വെച്ചിട്ട് ഞാൻ എണീക്കുക. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി സ്മൈൽ, ഡ്രിങ്ക്, വാട്ടർ ഞാൻ കുടിക്കും, നല്ലോണം വെള്ളം കുടിക്കും. അതുപോലെ വൈകുന്നേരം വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം എന്നെ സംബന്ധിച്ച് എനിക്ക് ചെയ്യണം. പിന്നെ സ്പ്രെഡ് ലവ്, പോസിറ്റിവിറ്റി, നെഗറ്റിവിറ്റിനെ ഒഴിവാക്കുക. ആരെങ്കിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ഫെറാരി, ലംബോർഗിനിയുടെ കേസൊക്കെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ഓരോ നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇങ്ങനെ കൂടി. ഇപ്പൊ കറന്റ് ഡ്രീം എന്ന് പറയുന്നത് വീട് മാത്രമാണോ അതോ വീട് വെച്ചിട്ടാണ് ഞാൻ അടുത്തത് വരുള്ളൂ. ഒരു സമയത്ത് ഒരു ടാർഗറ്റ് ചേട്ടാറുള്ളൂ, അത് അച്ചീവ് ചെയ്തിട്ട് അടുത്ത ടാർഗറ്റ് ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മളാണെച്ചാൽ എക്സാമിന്റെ സമയത്ത് എല്ലാ വിഷയവും ഒരുമിച്ച് പഠിക്കാൻ നോക്കിയാൽ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഓരോ എക്സാമും ഓരോ ദിവസം വെക്കുന്നത്. അപ്പൊ ഞാനൊരു ടാസ്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആവണ വരെ ഹാർഡ് വർക്കിംഗ് ആണ്. ഇനിയിപ്പോ ഇന്നലെ രാത്രി 2 മണി 3 മണി എന്റെ ഉറക്കൊന്നും ശരിയായിട്ടില്ല. ആ സമയത്ത് ഞാൻ വീട്ടിലെത്തി.
മീൻസ് അതിന് വീടിന് വേണ്ടിട്ട് ഓടി കിടക്കാം. അപ്പൊ അത്ര പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പൊ ഇനി അത് പുതിയ വീട് ഇവിടെ തന്നെയാണോ? തിരൂർ തന്നെ. എനിക്ക് ആ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്, നല്ല ആൾക്കാരൊക്കെയാ. അപ്പൊ പിന്നെ അവിടെ നിന്ന് വീട് മാറില്ലേ. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് വേണം ഞാൻ അടുത്ത ഇന്റർവ്യൂവിൽ ഞാൻ അടുത്ത ഡ്രീം പറയാം. കഴിഞ്ഞ ഇന്റർവ്യൂല് അതെ, അടുത്ത ഇന്റർവ്യൂ ആവുമ്പോഴേക്കും ആ വീട് സക്സസ്ഫുൾ ആവും. ആ വീട്ടിലിരുന്നിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുക. അപ്പൊ എന്റെ അടുത്ത് ഇതുപോലെ ചോദിക്കുമ്പോൾ വേറെ ഡ്രീം ആയിരിക്കും. എനിക്ക് തന്നെ വരാൻ പറ്റട്ടെ. അതെ, സെറ്റ് ആവട്ടെ.